എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് പഴയ ജീൻസാണ്, ജീൻസ് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ജീൻസ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ജീൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു ജീൻസിൻ്റെ താഴോട്ടുള്ള ഭാഗമാണ് ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ താഴോട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇതിൻ്റെ ഈ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്റ്റിച്ചിങ് വരുന്ന ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഇതാ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്ത് എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തത് അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ലെവലായിട്ടല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ സൈഡിൽ നിന്ന് ലെവൽ ചെയ്തെടുക്കണം. അങ്ങനെ രണ്ടിൻ്റെയും ഞാൻ സൈഡൊക്കെ ഇതാ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തിരിക്കുന്ന തുണിയുടെ വീതിയും നീളവും എത്രയാണെന്ന് ഞാൻ പറയാവേ. അപ്പോൾ ഈ തുണിയുടെ നീളം എടുത്തിരിക്കുന്നത് 17 ഇഞ്ചാണ് കേട്ടോ. 17 ഇഞ്ച് നീളവും പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് 14 ഇഞ്ചുമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ക്യാൻവാസ് ആണ് കേട്ടോ. പേപ്പർ ക്യാൻവാസ് നമുക്ക് ഈ തുണിയായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യണം. തുണിയുടെ ഉൾവശത്ത് വെച്ചിട്ട് നമുക്ക് തുണിയായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പം അയൺ ബോക്സ് ചൂടാക്കി നമ്മുടെ ക്യാൻവാസ് വെച്ചിട്ട് ഇതിൻ്റെ ഉൾവശത്തൊന്ന് നന്നായി അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം പശയും ഒരു ഭാഗം പശയില്ലാതെയാണ് വരുന്നത്. അപ്പോൾ പശയുള്ള ഭാഗമാണ് തുണിയോട് ചേർത്ത് വയ്ക്കേണ്ടത്, എന്നിട്ടാണ് അയൺ ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ തുണി എടുത്തിരിക്കുന്ന സെയിം അളവായിട്ട് നമുക്ക് 2 പീസ് ലൈനിങ്ങും കൂടെ വേണം കേട്ടോ. അങ്ങനെ 2 പീസ് ലൈനിങ്ങും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതാ ജീൻസിൻ്റെ തുണി എടുക്കാൻ 2 പീസും കൂടെ ഒന്നിച്ച് ഞാനിതാ ഇതുപോലെ ഒന്നും രണ്ടാക്കി മടക്കുന്നുണ്ട്. മടക്കിയതിന് ശേഷം നമുക്ക് ഈ ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് നമുക്ക് 2 ഇഞ്ച് ഇതുപോലൊന്ന് സ്ക്വയറാക്കി ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഇതായിപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ 2 ഇഞ്ചൊന്ന് എടുക്കുക, ഇതുപോലെ സ്ക്വയറാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേൽവശത്തോട്ട് വന്നിട്ട് നമുക്ക് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 4 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നേരെ താഴോട്ടായിട്ട് ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് 6 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതുപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയർ പോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഉള്ളിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചൊന്ന് വരച്ച് കൊടുക്കുക. ഇപ്പോൾ മാർക്ക് ചെയ്ത പോലെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ലൈനിങ് തുണി ഒന്ന് എടുത്ത് വയ്ക്കാം കേട്ടോ. ലൈനിങ് തുണി ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് അതിന് ശേഷം ഈ ഒരു തുണി അതിൻ്റെ മേളിലോട്ട് വെച്ചിട്ട് അതേപോലെ തന്നെ ലൈനിങ് തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ജീൻസിലിരുന്നതാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്കർ. അപ്പോൾ അത് ഞാൻ അഴിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ബാഗിൻ്റെ സെൻറ്ററിൽ വരുന്ന പോലെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി വരും നമ്മുടെ ബാഗ്. ഇനി നമുക്ക് ബാഗിൻ്റെ തുണി ഇതുപോലെ 2 പീസും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ 3 അരിക് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ 3 അരികും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ലൈനിങ്ങും എടുത്ത് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ 3 അരികൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അത് ലൈനിങ് 3 അരിക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പം ഞാനൊന്ന് മാർക്ക് ചെയ്ത ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി 3 സൈഡുമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇതാ 3 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ലൈനിങ്ങിൻ്റെ അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും താഴ്വശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ തുണിയൊന്ന് നമുക്ക് ഇതുപോലൊന്ന് നല്ല വശമാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് നല്ല വശമാക്കി എടുക്കണ്ട, ബാഗിൻ്റെ തുണി മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് നല്ല വശമാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബാഗിൻ്റെ തുണി നമുക്ക് ഈ ലൈനിങ് തുണിയുടെ ഉള്ളിലേക്കായിട്ടൊന്ന് ഇതുപോലൊന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക.
ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ലൈനിങ്ങും നമുക്ക് ജീൻസിൻ്റെ തുണിയും കൂടെ ഒന്നിച്ച് വെച്ച് നമുക്ക് അതിൻ്റെ 4 അരികും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക, എന്നിട്ട് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതാ നമുക്ക് ഇവിടെ തൊട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ 4 സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ 4 സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ജീൻസിൻ്റെ തുണി നമ്മൾ ലൈനിങ്ങുമായിട്ട് ഒന്നിച്ച് വെച്ച് നമ്മൾ 4 അരിക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴ്വശം കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ഇട്ട ഭാഗത്തോടെ വേണം ഇതുപോലെ ഒന്ന് നല്ല വശം ആക്കി എടുക്കാനേ. നന്നായിട്ട് നല്ല വശം ആക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ നല്ല വശത്തോടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നല്ല വശം ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ട നല്ല ഭാഗത്തോടെ നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ സൈഡിൽ കൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഭാഗം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. ഈ ലൈനിങ്ങിൻ്റെ നമ്മൾ താഴ്വശം കുറച്ച് നല്ല വശം ആക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യാതിട്ട ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗം ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് അവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് തന്നെ ആ ലൈനിങ് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ജീൻസിൻ്റെ ബാക്കി ഭാഗം എടുത്തിട്ട് അത് ഞാനിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു. അതിനുശേഷം അതിൽ നിന്ന് നമ്മുടെ ബാഗിനുള്ള വള്ളിക്കുള്ള തുണിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ 2 വള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് ഇതിൻ്റെ നീളം പറയാം, എത്ര ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നതെന്ന് പറയാവേ. അപ്പോൾ ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് 23 ഇഞ്ചാണ് കേട്ടോ. 23 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതുപോലൊന്ന് മടക്കുക, 2 സൈഡിൽ നിന്നായിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ 2 അരികെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ 2 അരികെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു 2 ഇഞ്ച് അകലം വിട്ടിട്ട് വേണം, 2 സൈഡിൽ നിന്നായിട്ട് വിട്ടിട്ട് വേണം നമുക്ക് ഈ 2 അരികിൽ നിന്നായിട്ട് ഈ വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട് ഇതിൻ്റെ തലപ്പ് ഭാഗം 2 അരികെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഒരു 2 ഇഞ്ചോളം വിട്ടിട്ടാണ് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്ത വള്ളി എടുക്കുക, എന്നിട്ട് ഇതാ ബാഗ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക, ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതിലേ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം. അടുത്ത വള്ളിയും ഉള്ളിലേക്ക് വെച്ചിട്ട് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ മടക്കി കൊടുക്കുന്ന അത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അത്രയും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഈ വള്ളിയുടെ ഈ തുമ്പ് തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം എന്ത് വേണ്ടത്, ഇതിങ്ങനെ നമുക്ക് 2 പീസും കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് അവിടെ നേരെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന പോലെ വീണ്ടും സ്റ്റിച്ച് ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വള്ളിയുടെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് 2 ഇഞ്ചോളം വിട്ടിട്ടാണ് ഞാൻ 2 അരികിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഇതുപോലൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതങ്ങനെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ 2 അരിക് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതിയേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എങ്ങനെയാണോ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചത് അതേപോലെ തന്നെ ബാഗിൻ്റെ അടുത്ത ഭാഗത്തേക്കും വള്ളി അടുത്തത് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ ചെയ്യുന്ന മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത ഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം ഇതുപോലെ വള്ളി എടുത്ത് വെച്ച് മടക്കി നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വള്ളി ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ബാഗിൻ്റെ 2 സൈഡിലായിട്ട് വള്ളിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ ഓപ്പൺ ഭാഗത്ത് വെൽക്രോയോ അല്ലെങ്കിൽ പ്രസ് ബട്ടണോ ഉണ്ടെങ്കിൽ അപ്പുറമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ. അത് വേണ്ടവർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് അവിടെ ചെയ്തിട്ടില്ല.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അത്യാവശ്യം വലിയൊരു ബാഗാണ്. ജോലിക്ക് പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഡെയിലി യൂസിന് പറ്റിയ അടിപൊളിയൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ ജീൻസിൻ്റെയൊക്കെ ആവുന്നതുകൊണ്ട് നമുക്കിത് കഴുകിയിട്ട് വീണ്ടും ഉപയോഗിക്കാം. ഇത് പെട്ടെന്നൊന്നും അഴുക്കായി പോകത്തില്ല. ജീൻസിൻ്റെ തുണിയായതുകൊണ്ട് കുറേ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ബാഗ് കിട്ടുന്നത് കേട്ടോ. നല്ലൊരു ലുക്കുള്ളൊരു ബാഗല്ലേ, അധികം തയ്യലില്ല, സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ബാഗാണ്. അപ്പോൾ ഇതുപോലെ ജീൻസിൽ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ജീൻസിൻ്റെ തുണി സാധാ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ ഒരു പാടുമില്ല. ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം മാത്രം ജീൻസ് കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് അതൊന്ന് കട്ട് ചെയ്ത് നീക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് സാധാ മെഷീനിലും ഇതുപോലൊരു ബാഗ് ജീൻസിൻ്റെ തുണി കൊണ്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ജീൻസൊക്കെ ഉണ്ടെങ്കിൽ പഴയത് കളയുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.